ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് കാലിടുന്നുണ്ടോ, കോൺഗ്രസിന് ശക്തി കൂടുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ തെരഞ്ഞെടുപ്പ് വൃന്ദങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്ന ഒരു ചോദ്യം. ഹിന്ദി ഹൃദയഭൂമിയിൽ പൊതുവായി ഏകദേശം 189 സീറ്റുകളാണ് വരുന്നത്. 6 സംസ്ഥാനങ്ങളായിട്ട് കണക്ക് കൂട്ടുമ്പോൾ വേറെ 1-2 സംസ്ഥാനങ്ങൾ കൂടി വരും. ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഈ സംസ്ഥാനങ്ങൾ. ഹിന്ദി ഹൃദയഭൂമി എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഹിന്ദി സംസാരിക്കുന്ന, ഹിന്ദി ഭാഷ അടിസ്ഥാനമായി സംസാരിക്കുന്ന പ്രദേശങ്ങളെന്ന് അർത്ഥമേ ഉള്ളൂ. അതിൽ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഡൽഹിയെ ഉൾപ്പെടുത്താം, അങ്ങനെ ചില പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്താം. എന്നാൽ പൊതുവെ 189, 190, 195 സീറ്റുകളാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പൊതുവായി വരിക. അപ്പൊ ഇവിടെ കോൺഗ്രസിന് ശക്തി കൂടുന്നുണ്ടോ അതോ ബി ജെ പി കിതയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം, അജണ്ടകൾ മാറ്റിക്കൊണ്ട് മൂന്നാം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബി ജെ പി മറ്റൊരു തരത്തിലാണ് തെരഞ്ഞെടുപ്പ് അജണ്ടയുമായി മുന്നേറുന്നത്. തുടക്കത്തിൽ വികസിത ഭാരതവും അതുപോലെ തന്നെ 400 സീറ്റും, സഖ്യത്തിന് 400 സീറ്റും ബി ജെ പി ഒറ്റയ്ക്ക് 320 സീറ്റും എന്നൊക്കെയുള്ള അജണ്ടയുമായി വന്ന ബി ജെ പി പിന്നീട് ആക്രമിച്ചു കളിക്കുന്ന ഒരു കളിയാണ് തെരഞ്ഞെടുപ്പിന്റെ ഗോധയിൽ നമ്മൾ കണ്ടത്. ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അവർ മാക്സിമം സീറ്റ് കരസ്ഥമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. 2019 നമുക്കറിയാം ബി ജെ പിക്ക് ലഭിച്ചതിൽ 286 സീറ്റ് ഏതാണ്ട് 16 സംസ്ഥാനങ്ങളുടെ സംഭാവനയായിരുന്നു. അതിൽ തന്നെ ബംഗാളും ഒഡീഷയും യു പിയും ഒക്കെ ഒഴികെയുള്ള 13 സംസ്ഥാനങ്ങൾ എടുത്താൽ അതിനകത്ത് ഏകദേശം 90% മുതൽ 100% വരെ സീറ്റുകൾ നേടിക്കൊണ്ടാണ് അവര് തെരഞ്ഞെടുപ്പിൽ അവരുടെ എണ്ണം പ്രകടമാക്കിയത്. ഇപ്പോ നമ്മൾ പരിശോധിച്ചാൽ അന്ന് അവർ പിടിച്ച മഹാരാഷ്ട്രയും, അന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ മഹാരാഷ്ട്രയില് പൂർണ്ണ ശിവസേന ഒപ്പമില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കോൺഗ്രസ് നിയമസഭ തിരിച്ചുപിടിച്ച കർണാടകയൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർക്ക് മൊത്തത്തിലുള്ള സീറ്റുകളിൽ എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏതാണ്ട് അതിൽ വേറൊരു പ്രത്യേകമായ രസം കൂടിയുണ്ട്. ഏതാണ്ട് 83-ലധികം സീറ്റുകളിൽ അവര് 10% താഴെ മാർജിനിലാണ് വിജയിച്ചത്. ഇപ്പൊ അതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, പരമാവധി ശക്തി സംഭരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തിയത് പൊതുവായി. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉത്തർപ്രദേശ് എടുത്താലും ബാക്കിയുള്ള പ്രദേശങ്ങൾ എടുത്താലും അവർ പരമാവധി വോട്ടുകളും സീറ്റുകളും ഉറപ്പിച്ചുകൊണ്ടാണ് അധികാരത്തിൽ എത്തിയത്. കാരണം തെക്കേ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം അവർക്ക് കിട്ടിയ സീറ്റുകൾ വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം. പല സ്ഥലങ്ങളും ഇപ്പൊ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു സീറ്റും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ കൂടുതലും വോട്ട് കരസ്ഥമാക്കിയത് ഹിന്ദി ഹൃദയഭൂമിയും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുമാണ്. അപ്പൊ അത് ഇത്തവണ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ചില പ്രദേശങ്ങളിലെങ്കിലും അതിന് തിരിച്ചടി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ആസം, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, അതുപോലെ തന്നെ കർണാടക, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദ്വീപ് എന്നിവിടങ്ങളിലൊക്കെ പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. അതിൽ തന്നെ രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 66.8% പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ താഴ്ന്ന് 64.5% വന്നു. അത് ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ അവസാന കണക്കുകൾ വരുമ്പോൾ ഒരല്പം കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഏതാണ്ട് പകുതിയിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ഇപ്പൊ 2ാം ഘട്ടം 3ാം ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും 7 ഘട്ടങ്ങളിൽ 3 ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഏതാണ്ട് 283-ലധികം സീറ്റുകളിൽ ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. പകുതിയിലധികം സീറ്റുകൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മോദി തരംഗം പഴയതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അപ്പൊ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അതായത് മുൻപ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായതുപോലെ ഒരു മോദി തരംഗം ഹിന്ദി ഹൃദയഭൂമിയിൽ പല സ്ഥലത്തും ദൃശ്യമല്ല എന്നുള്ളത് ബി ജെ പി തന്നെ വിലയിരുത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രാമക്ഷേത്രം ഉത്തരേന്ത്യയിൽ നേടിക്കൊടുത്ത മാക്സിമം വോട്ടുകൾ ഇനി നേടിക്കൊടുക്കുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. ഇപ്പം നമുക്കറിയാം ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. അവിടെ ആ അജണ്ടയുമായി ഇനി എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അതുപോലെ ഗുജറാത്തിലെ ജാതീയമായ പ്രശ്നങ്ങളും വോട്ട് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ നിർത്തിയത് വിമതരെ പല രംഗത്തും ബി ജെ പിക്ക് എതിരായി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തിലെ വിജയവും ഇൻഡോറിൽ ഒക്കെ ഇങ്ങനെ വിജയിച്ച് കയറാൻ കഴിയുന്ന സീറ്റിലൊക്കെ ബി ജെ പി എന്തിന് അവിടെ മറ്റു തലത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളൊരു വിമർശനവും കൂടി ഉണ്ടായി വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ സി പിയെയും ശിവസേനയും പിളർത്തിയത് അവർക്ക് അനുകൂലമായ സഹതാപ രംഗം ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പ്രകാശ് അംബേദ്കറും അസറുദ്ദീൻ ഉവൈസിയും കഴിഞ്ഞ തവണത്തുപോലെ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യു പിയിൽ ഒരു 75 സീറ്റ് എന്നോ ബി ജെ പി ലക്ഷ്യമിടുന്ന സീറ്റുകൾ കിട്ടുമോ എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു. ഇപ്പൊ ഉത്തരേന്ത്യ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഹിന്ദി ഹൃദയഭൂമി വിട്ടാലും പ്രശ്നമുണ്ട്. ഇപ്പൊ കർണാടകയിലും ബംഗാളിലും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക വിഷയങ്ങൾ വളരെ വലിയ പ്രശ്നമാണ്.
ഇപ്പൊ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടിയാൽ അതൊരു പ്രശ്നമായി നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വലിയ ഒരു ക്യാമ്പയിൻ അവർ നടത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഹരിയാനയുടെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ BJPക്ക് സംസ്ഥാന ഭരണം ഏതാണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെ അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന സ്വതന്ത്രന്മാർ ഇപ്പൊ കൂറുമാറിയിരിക്കുകയാണ്. ഇപ്പോ കർണാടകയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നു. അപ്പൊ ഇത് ഹിന്ദി ഹൃദയഭൂമിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമി പ്രത്യേകമായി പരിശോധിച്ചാൽ അവിടെ തന്നെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പും ജയവും അധികാരം നിർത്തലും മാത്രം ലക്ഷ്യമായിട്ടുള്ള തീരുമാനങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ, BJPക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള വാർത്തയുണ്ട്. അതുപോലെ തന്നെ 2047 വികസിത ഭാരതം എന്ന് പറയുന്നതും അതുപോലെ 100 വർഷത്തെ രാമരാജ്യത്തിനുള്ള അടിത്തറ പോലെയുള്ള വിദൂര ലക്ഷ്യങ്ങളും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിവയിലൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭൂരിപക്ഷം വോട്ടർമാരുടെയും അഭിപ്രായങ്ങൾക്ക് വിധേയമാകുന്ന ഘടകങ്ങളാണ്. അപ്പൊ ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ എന്തുമാത്രം ശ്രമിക്കുന്നു, അതുപോലെ തന്നെ 3ാം സാമ്പത്തിക ലക്ഷ്യമായി ഇന്ത്യ മാറുമോ, അപ്പൊ അതൊക്കെ സാധാരണക്കാരുടെ ഇടയിൽ എത്രത്തോളം പിടികിട്ടുന്ന ഒരു പ്രതീക്ഷയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ അയോധ്യ ഇപ്പോഴും ഒരു പ്രസ്ഥാനമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ലക്ഷ്യമല്ല ഇപ്പം, കാരണം രാമക്ഷേത്രം സാധ്യമായതോടെ അതിന്റെ വോട്ടുനേടൽ ശേഷിയാണ്ട് കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടുമായിട്ടുണ്ടായി വന്നിട്ടുള്ള വിഷയങ്ങൾ, UPയിലും മറ്റും സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല പാർട്ടി നേതാക്കൾ അധിക്ഷേപിച്ചു തുടങ്ങിയ കാരണങ്ങളാൽ ജാതി രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ചെറിയ തരത്തിൽ പരിക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണത്തിന്റെ എല്ലാ തലത്തിലും പാർട്ടി എന്ന സ്ഥിതിയിൽ പലരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതര പിന്നോക്ക ദലിത് വോട്ടുകൾ 2019 അവരുടെ വിജയത്തിന് സഹായിച്ചുവെങ്കിൽ ഈ പ്രതിപക്ഷം ജാതി സെൻസസ് വാഗ്ദാനം ചെയ്തതോടുകൂടി BJP വലിയ ഭൂരിപക്ഷം അതുപോലെ തന്നെ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. BJP വലിയ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നതിലൂടെ ഭരണഘടനയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചിലരെങ്കിലും കരുതുന്നു. അതുപോലെ തന്നെ ദലിതർക്ക് അവരുമായി ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അംബേദ്കറുടെ ഭരണഘടന ഒരു അടിസ്ഥാന അഭിമാന രേഖ കൂടിയാണ്. അപ്പൊ അതിനെ മാറ്റം വരുത്തുവോ, സംവരണത്തിൽ മാറ്റം വരുത്തുവോ തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാനീ പറയുമ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം BJP പെട്ടെന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇല്ലാതായി നാളെ കോൺഗ്രസ് അധികാരത്തിലേറും എന്നല്ല ഞാൻ പറഞ്ഞത്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ മാക്സിമം കിട്ടാവുന്ന സീറ്റുകൾ അതിലേതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ കവച്ചുവെച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യം ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അത് BJPക്ക് തന്നെ അറിയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, BJP വളരെ പ്രൊഫഷണലായ ഒരു ആധുനിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കാലേ കൂട്ടിക്കൊണ്ട് തന്നെ അതിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ്. അത് 5 വർഷം മുമ്പ് തന്നെ BJP തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് അവർ തെക്കേന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുൻപ് ഒരു സീറ്റ് പോലും കിട്ടായിരുന്ന പല സ്ഥലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും അവിടെ ഒരു സീറ്റെങ്കിലും മേടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കേരളം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരും എന്ത് സംഭവിക്കും, ആര് ജയിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ BJP അത്ര ശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ തീർച്ചയായിട്ടും ഇപ്പൊ മഹാരാഷ്ട്ര എടുത്തു നോക്കിയാലും മറ്റ് പല പ്രദേശങ്ങളിലും അവർക്ക് ചെറിയ തോതിൽ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. രാജസ്ഥാനിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ നേരത്തെ കിട്ടിയ സീറ്റ് ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ചിലപ്പോൾ പിടിച്ചെന്ന് വരും. എന്നാൽ മറ്റ് പല പ്രദേശങ്ങളിലും അവർക്ക് ചെറിയ തോതിലുള്ള തിരിച്ചടികൾ ഈ പ്രധാനമായിട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു 400+ സീറ്റ് അല്ലെങ്കിൽ ഒരു 320 സീറ്റ് എന്നൊക്കെ BJP പറഞ്ഞുകൊണ്ട് മൊത്തം വന്ന ഒരു അവസ്ഥയിൽ നിന്നും BJP കുറച്ചുകൂടെ ഒരു ഫോർവേഡ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ചിത്രം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ BJPക്ക് അറിയാം ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിടുന്ന തിരിച്ചടികൾ BJPക്ക് മറികടക്കാൻ കഴിയുന്ന തന്ത്രങ്ങളെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. അപ്പൊ അത് ഇതര ഭൂമിയിൽ, അപ്പൊ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും ദക്ഷിണേന്ത്യയിലായാലും അതുപോലെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും ഒക്കെ വേണ്ടത്ര പിന്തുണ ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യം കൂടെ BJPക്ക് ഇതിന് പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ അവരുടെ നിലനിൽപ്പിന് ചില തിരിച്ചടികൾ നേരിട്ടാക്കാമെങ്കിലും അതൊക്കെ തീർച്ചയായും അവര് മറ്റുള്ള പ്രദേശങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബാലൻസിങ് സ്ട്രാറ്റജി
അല്ലെങ്കിൽ തുലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു തന്ത്രം BJPയെ സംബന്ധിച്ചിടത്തോളം പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ചുരുക്കത്തിൽ BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു 3-0 സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ BJP ഉയർത്തിക്കാട്ടുന്നതിലേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത്. അത് BJPക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് വസ്തുത. എന്നാൽ BJPക്ക് ചില സ്ഥലങ്ങളിൽ തിരിച്ചടി നേരിടുന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും രസകരമാണ്. അവിടെയൊക്കെ ഇപ്പം ഉദാഹരണത്തിന് ഹരിയാന എടുത്തു നോക്കിയാൽ അപ്പൊ അവിടെയൊക്കെയുള്ള സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെ വളരെ കൂടുതലില്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. 10-15 സീറ്റുകൾ ഉള്ള പ്രദേശങ്ങളിൽ അവർക്ക് തിരിച്ചടി നേടുന്നതും 10-80 സീറ്റ് വരുന്ന സ്ഥലങ്ങളിൽ തിരിച്ചടി നേടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ എത്ര സീറ്റുണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് അവിടെ മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന 10 സീറ്റും BJP തൂത്തുവാരിയ സ്ഥലം കൂടിയാണ് ഈ ഹരിയാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇപ്പം രാജസ്ഥാൻ എടുത്തു നോക്കാമെങ്കിലും മധ്യപ്രദേശ് എടുത്തു നോക്കാമെങ്കിലും അങ്ങനെ വലിയ കൂടുതൽ സീറ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ എത്രമാത്രം തിരിച്ചടി ബീഹാർ എടുത്ത് നോക്കിയാൽ ബീഹാറിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പൊ അവിടൊക്കെ എന്തൊക്കെ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കൂടുതൽ സീറ്റുകളുള്ള സ്ഥലത്ത് BJPക്ക് തിരിച്ചടി നേരിട്ടാൽ അതൊരു പക്ഷേ BJPക്ക് വലിയ വെല്ലുവിളിയായേക്കാം. പക്ഷേ BJPക്ക് അങ്ങനെ വലിയ നഷ്ടം അത്തരം പ്രദേശങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഡൽഹി എടുക്കാം. ഡൽഹിയിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും എനിക്ക് തോന്നുന്നില്ല BJPക്ക് അവിടെ സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്ന്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന് തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ ധാരാളം പ്രശ്നങ്ങൾ അവിടുത്തെ PCC അധ്യക്ഷൻ പോലും സ്ഥാനം രാജിവെച്ച ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിലും BJP മാത്രമല്ല പ്രശ്നങ്ങളെ നേരിടുന്നത്. ഈ പറയുന്ന ഒരു അവിയൽ കൂട്ടുകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസിനും തലവേദനയായിട്ടുണ്ട്. ഉദാഹരണം, കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കീരിയും പാമ്പും പോലെ യുദ്ധം ചെയ്യുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും വളരെ തോൾ ചേർന്ന് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ധാരാളം വോട്ടർമാരുടെ ഇടയിൽ വലിയ തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംശയങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് കോൺഗ്രസിന് എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്ന സീറ്റുകൾക്ക് ബദലായി സീറ്റുകൾ നേടുന്നതിന് അവർ ശക്തമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. BJP ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടല്ല എനിക്ക് തോന്നുന്നത്. വരാൻ പോകുന്ന ഒരു 10 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്യാൻ പറ്റും അതാണ് BJP തെക്കേ ഇന്ത്യയിലൊക്കെ സീറ്റ് ഉന്നം വെക്കുക എന്ന് പറയുന്നത് അത്ര ഷാർപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ ഒരുപക്ഷെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്ന നിയമസഭകളിലും ലോക്സഭകളിലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ തീർച്ചയായിട്ടും കിട്ടുന്ന ചില പരിക്കുകൾ ഉണ്ടാവും. അതും BJPക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ അവർ സീറ്റ് ഉറപ്പിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വളരെ വലിയ മാറ്റങ്ങളാണ് രാഷ്ട്രീയ ഗോതകളിൽ നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഹരിയാനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം. BJPയുടെ അവിടുത്തെ സംസ്ഥാന ഭരണം ഏതാണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. വളരെ വലിയ ചോദ്യങ്ങൾ പല പ്രദേശങ്ങളിലും ഉയരുന്നു. മഹാരാഷ്ട്രയിൽ പ്രശ്നങ്ങളുണ്ട്, ഡൽഹിയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. ജൂൺ 4 വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് ഹൃദയഭൂമിയിൽ കിതച്ചാൽ BJP മറ്റു പല സംസ്ഥാനങ്ങളിലെയും സീറ്റുകൾ കൊണ്ട് കുതിക്കും. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നൊക്കെ കുതിക്കാൻ കഴിയും അതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു മെയ്വഴക്കം ആർജിച്ച സഖ്യങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉണ്ടാക്കി വോട്ട് മൊബിലൈസ് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. BJP നിശ്ചയിച്ച അജണ്ടയുടെ കുരുക്കിൽ കിടന്നുകൊണ്ട് മറുപടി പറയാനല്ലാതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ നിശ്ചയിക്കുവാൻ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം കഴിയുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നേറാൻ അടുത്ത ഘട്ടത്തിലൊക്കെ കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും ഇനിയും BJPക്ക് ഒരു വെല്ലുവിളിയായി മാറുവാൻ കഴിയൂ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം നൽകുന്ന ഇതുവരെയുള്ള വിശകലനം നൽകുന്ന പാഠം. എന്തായാലും നമുക്ക് ജൂലൈ 4 വരെ കാത്തിരിക്കാം. ഹിന്ദി ഹൃദയഭൂമിയിൽ തീർച്ചയായും BJP കുതിച്ചാൽ മറ്റ് മേഖലകളിൽ BJP ഉയരുന്നു എന്നുള്ളതാണ് സൂചന. എന്നാൽ കോൺഗ്രസിന്റെ ഈ കിതപ്പ് എന്നാണ് അവർക്ക് ഒരു കുതിപ്പായി മാറ്റാൻ കഴിയുക എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്.